മന്ത്രി പി രാജീവിന്റെ ഈ വാക്കുകൾ കൊണ്ടും കാര്യം തീർന്നില്ല. അടുത്ത ഊഴം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടേതായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെക്കുറിച്ച് മോശം പരാമർശം നടത്തിക്കൊണ്ടേയിരിക്കുന്നുവെന്ന് ശിവൻകുട്ടി പറയുകയുണ്ടായി. സ്പീക്കറെ ആക്രമിക്കാൻ സതീശന്റെ ഓഫീസ് ഗൂഢാലോചന നടത്തി. സഭയിലെ സമരം കനകോലു പ്ലാൻ ചെയ്തതാണ്. പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് മുഖ്യമന്ത്രിയാവാനുള്ള പഠനമാണ് എന്നും ശിവൻകുട്ടി പരിഹസിച്ചു. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ UDF-ന്റെയോ കോൺഗ്രസിന്റെയോ ഒരു ധർണ ഉണ്ടായിരുന്നു. ആ ധർണയിൽ എന്നെക്കുറിച്ച് സാർ ഈ സഭയിൽ പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള തരംതാണ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സഭയിൽ വന്ന് കള്ളം പറഞ്ഞു, പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ഒരു വാക്ക് ഉപയോഗിച്ചില്ല എന്ന് പിന്നെ കള്ളം പറഞ്ഞു. എല്ലാവരോടും പുച്ഛമാണ് സാർ പ്രതിപക്ഷ നേതാവിന്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലാണ് സ്പീക്കറെ ആക്രമിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഇന്നലത്തെ സമരം നടന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ സമരത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല. ഏതാ ഒരു കനകോലു പ്ലാൻ ചെയ്ത് കൊടുത്ത സമരം, കനകോലു ആ കനകോലുവിന്റെ അഭിപ്രായമാണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത്.